തൃശ്ശൂർ ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്യുന്നത് കരീനയാണോ കത്രീനയാണോ ഐശ്വര്യയാണോ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ചെയ്തു. അപ്പോൾ ചില സ്ത്രീകൾ ചോദിക്കും, നമ്മുടെ തൃശ്ശൂർ ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്യുന്നത് കരീന ആയിരിക്കുമല്ലേ, മറ്റൊരു സ്ത്രീ പറയാല്ല കത്രീന ആയിരിക്കും. അപ്പോൾ ഒരു സെക്കൻഡ് നെയിം പറയുന്നില്ല, കത്രീന കൈഫെന്നോ ഐശ്വര്യ റായ് എന്നോ പറയുന്നില്ല, ഫസ്റ്റ് നെയിംസ് മാത്രമേ പറയൂ. പിന്നെ നമ്മൾ ആംബുഷ് ചെയ്യാനുള്ള ഒരു അഡ്വാൻറ്റേജ് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളതാണ്. 2012 13 തോന്നുന്നു കേരളത്തിൽ CPM CPI സംസ്ഥാന സമ്മേളനങ്ങൾ നടത്തി. മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് വലിയേട്ടൻ്റെ ന്യൂസിനാണ്. CPM ന്യൂസിനെ പ്രസക്തി കിട്ടുള്ളൂ. അപ്പോൾ CPIയുടെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ചന്ദ്രപ്പൻ ഒരു അടിയടിച്ചു, അത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് നടത്തുന്നത്, അതാണ് അവർക്ക് ഇത്രയും ഇമ്പോർട്ടൻസ്. ഉടനെ മീഡിയ അറ്റൻഷൻ മൊത്തം ഇങ്ങോട്ടേക്ക് മാറി. CPIക്ക് അന്ന് CPM ആംബുഷ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ ആംബുഷ് ബ്രാൻഡിങ്ങിന് മാത്രമല്ല, എല്ലാ മേഖലകളിലും ആംബുഷ് വർക്കാവും. അന്ന് ചെമ്പടകൾ കൊമ്പ് കൊടുത്തു, പക്ഷെ വിജയിച്ചത് ആംബുഷ് തന്ത്രമായി മാറി. അപ്പൊ ആംബുഷ് ആയിട്ടുള്ള സ്ട്രാറ്റജി എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ്. അത് ആംബുഷ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു പ്രതിയോഗിയെ പ്രഹരമേൽപ്പിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് ആംബുഷിന്റെ ഒരു പ്രത്യേകത. പെപ്സി കൊക്കക്കോളയുടെയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. അതായത് പണ്ട് ക്രിക്കറ്റ് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ്, അതായത് ഈ കൊക്കക്കോള ബിക്കം ദ ഒഫീഷ്യൽ സ്പോൺസർ ഓഫ് ഇന്റർനാഷണൽ ICC ക്രിക്കറ്റിന്റെ വേൾഡ് കപ്പിന്റെ പാർട്ട്ണറായി. അപ്പോൾ അവർ പറഞ്ഞത് കൊക്കക്കോള ദ ഒഫീഷ്യൽ പാർട്ട്ണർ എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ ചെയ്തു. അപ്പോൾ പെപ്സി വന്നിട്ട് ഭയങ്കര ലൈറ്റായിട്ട് നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞ് പെപ്സി ഒരു ക്യാമ്പയിൻ ചെയ്തു. അതിനുശേഷം പിന്നീട് നമ്മുടെ ഈ കിങ് ഫിഷർ ഇന്ത്യയിൽ എയർലൈൻ ലോഞ്ച് ചെയ്തതിന് ശേഷം മറ്റുള്ള എയർലൈൻസിൽ ജെറ്റ് എയർവേസ് ഉൾപ്പെടെ പ്രതിരോധത്തിൽ പോയി. അപ്പോൾ ഇവർ അന്നത്തെ കാലത്ത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അറിയാം, കിങ് ഫിഷറിൻ്റെയൊക്കെ സർവീസസ് ഭയങ്കരമായിരുന്നു. അപ്പോൾ ഉടനെ പെട്ടെന്നൊരു ചെറിയൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ യൂണിഫോമിലൊക്കെ ചെറിയ മാറ്റം, ചെറിയൊരു ഐഡൻറ്റിറ്റി ചേഞ്ച് കൊണ്ടുവന്നു, ഒരു ബ്രാൻഡിങ് ചേഞ്ച് കൊണ്ടുവന്നു ജെറ്റ് എയർവേസ്. എന്നിട്ട് ഇവർ വലിയ ഹോർഡിങ് ക്യാമ്പയിൻ ചെയ്തു, വി ഹാവ് ചേഞ്ച്ഡ്, ഞങ്ങൾ മാറി എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് അതിനെ ആംബുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കിങ് ഫിഷർ കൊണ്ടുവന്ന് ഹോർഡിങ് വെച്ചു, വി ഹാവ് മെയ്ഡ് ദം ചേഞ്ച്. അപ്പോൾ ഞങ്ങളാണ് ആ മാറ്റത്തിന് പിന്നിലുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു പ്രതിയോഗി ചെയ്യുന്ന ക്യാമ്പയിനെ നോക്കിയിട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള, ഞാൻ മുദ്ര ഹെഡ് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുള്ള, ഇപ്പോൾ തൃശ്ശൂർ ജയലക്ഷ്മിയുടെ ലോഞ്ച് വരുന്നു. അപ്പോൾ ബോംബെയുള്ള ലിൻഡാസ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് അവരെ മാൻഡേറ്റ് കൊടുത്തത്. അതുവരെ കേരളത്തിലുള്ള ഏജൻസികളായിരുന്നു ജയലക്ഷ്മിയുടെ ക്യാമ്പയിൻ ചെയ്തത്. അപ്പോൾ അവർ വന്നതിന് ശേഷം അവർ ഗംഭീരമായൊരു ക്യാമ്പയിൻ ചെയ്തു. ഒത്തിരി ടെലിവിഷൻ ആഡുകൾ ചെയ്തു, ഒരു 3-4 ടെലിവിഷൻ പരസ്യം ചെയ്തു, പത്രത്തിൽ പരസ്യങ്ങൾ ചെയ്തു. പറഞ്ഞു നമ്മുടെ തൃശ്ശൂർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിനും സെലിബ്രിറ്റിയാണ്. ഒരു പാൻ ഷോപ്പ് ഉദ്ഘാടനത്തിന് പോലും സെലിബ്രിറ്റി വരുന്നൊരു കാലഘട്ടം. അപ്പോൾ അതിന് ആ ഒരു ഇൻസൈറ്റിനെ അവർ മുതലെടുത്തുകൊണ്ട് അവർ പറഞ്ഞു, തൃശ്ശൂർ ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്യുന്നത് കരീനയാണോ കത്രീനയാണോ ഐശ്വര്യയാണോ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ചെയ്തു. അപ്പോൾ ചില സ്ത്രീകൾ ചോദിക്കും, നമ്മുടെ തൃശ്ശൂർ ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്യുന്നത് കരീന ആയിരിക്കുമല്ലേ, അല്ല, മറ്റൊരു സ്ത്രീ പറയാല്ല കത്രീന ആയിരിക്കും. അപ്പോൾ ഒരു സെക്കൻഡ് നെയിം പറയുന്നില്ല, കത്രീന കൈഫെന്നോ ഐശ്വര്യ റായ് എന്നോ പറയുന്നില്ല, ഫസ്റ്റ് നെയിംസ് മാത്രമേ പറയുന്നു. അപ്പോൾ ഈ ക്യാമ്പയിൻ വ്യാപകമായി പത്രത്തിലൊക്കെ വരാൻ തുടങ്ങി, ഹോർഡിങ്സ് ഒക്കെ വന്നു, TV-യിലൊക്കെ വന്നു. അപ്പോൾ അന്ന് ലിൻഡാസാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ അവർ ലോഞ്ചിന് ഒരു 5 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഞാനപ്പോൾ തന്നെ ഒരു ആഡ് എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ എഴുതി. അപ്പോൾ കൊച്ചു ചെറിയ ചെറിയ പേരുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ രമ്യ, ഷീല, നസീമ, മേരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേയധികം പേരുകൾ, 10-30 പേരുകൾ, ഇങ്ങനെ ഒരു ഫുൾ പേജ് നിറയെ പേരുകൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുക്ക് നമ്മളിങ്ങനെ വലിയ അക്ഷരത്തിൽ 72 പോയിന്റ് ഹെൽവെറ്റിക്കൽ വെക്കുന്ന പോലെ നമ്മൾ വെച്ചിട്ട് കത്രീന, കരീന, ഐശ്വര്യ, ജയലക്ഷ്മി ആരും വരില്ല, ജയലക്ഷ്മി ഉൾപ്പെടെ ആരും വരില്ല എന്ന് പറഞ്ഞ് നമ്മൾ കല്യാൺ സാരീസിന് വേണ്ടി പരസ്യം ചെയ്തു. ഈ പത്രത്തിന് മെറ്റീരിയൽ കൊടുക്കണം. അപ്പോൾ വിളിച്ച് അന്ന് അവർ റിലീസിങ് ഏജൻസി, നമ്മൾ ക്രിയേറ്റീവ് മാത്രമേ ചെയ്യുന്നുള്ളൂ, മുദ്ര റിലീസിങ് ഏജൻസി ജെലീറ്റ് ചെയ്ത്. അപ്പോൾ ജെലീറ്റയ്ക്ക് മെറ്റീരിയൽ കൊടുക്കണം. വൈകുന്നേരം 5 മണിയായപ്പോഴും ഒരു വിളി തുടങ്ങി, മെറ്റീരിയൽ എവിടെ, പത്രത്തിന് മെറ്റീരിയൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഞാൻ ഇവരോട് പറഞ്ഞ് മെറ്റീരിയൽ റിലീസ് ചെയ്യരുത്, രാത്രിയായിട്ട് മെറ്റീരിയൽ റിലീസ് ചെയ്യുള്ളൂ, ഒരു 9 മണി കഴിഞ്ഞ് മെറ്റീരിയൽ കൊടുത്താൽ മതി. അപ്പോൾ ശക്തമായ വിളി തുടങ്ങി. നമ്മളൊരു 9 മണിയായപ്പോൾ, അപ്പോൾ എന്താണ് ക്രിയേറ്റീവ് എന്നുള്ളത് അറിയില്ല. അപ്പോൾ അവരോട് ഇവർ വിളിച്ച് ചോദിക്കുന്നത് വിചാരിക്കും, പറയാം അതൊരു പരസ്യമാണെന്നല്ല സ്വാമി പറയുള്ളൂ, എന്താണെന്നുള്ള കണ്ടന്റ് അറിയില്ല. 9 മണി രാത്രിക്ക് നമ്മൾ മെറ്റീരിയൽ റിലീസ് ചെയ്ത് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം ഒരു 9:45 കഴിഞ്ഞപ്പോൾ എനിക്ക് മനോരമ കോൾ വന്നു, ഇത് ചെയ്യാൻ പറ്റില്ല, ജയലക്ഷ്മി എന്നുള്ള വാക്ക് മാറ്റി കൊടുക്കുന്നതാണ്. നമ്മുടെ മാറ്റാൻ പറ്റില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും പരസ്യമായിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മാതൃഭൂമി എന്നെ വിളിച്ച് ഇത് ആവശ്യപ്പെട്ടു. അവർക്ക് ബ്രാൻഡിനോടുള്ളൊരു പ്രതിബദ്ധത, അവർക്ക് ജയലക്ഷ്മിയും വേണം, കല്യാണം വേണം, എല്ലാവരും വേണം. അപ്പോൾ കല്യാൺ സാരീസ്. പക്ഷേ ഇത്രയും നമ്മളന്ന് മെറ്റീരിയൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പേജ് ചെയ്യുന്നതിന് പകരം സൈഡിൽ ഒരു കോളം വിട്ടു, മുകളിലും ഒരു കോളം വിട്ടു. അപ്പോൾ 7 കോളം ഈ 52 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് ഒരു ഫുൾ പേജിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ
നമ്മളതൊരു 48 സെൻറ്റിമീറ്റർ മുകളിലത്തെ കോളം ലെഫ്റ്റിലെ കോളം വിട്ടു. അപ്പോൾ ഇതിന് ഫില്ല് ചെയ്യാനായിട്ട് എഡിറ്റോറിയൽ പറ്റില്ല. വേറെ പരസ്യം വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റില്ല. പരസ്യം ആ സൈസിൽ പരസ്യം കിട്ടില്ല. ആ സമയത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സൈസ് പരസ്യം കിട്ടില്ല നമുക്ക്. കാരണം അത് ഫില്ല് നമുക്കൊരു ഫുൾ പേജ് ആണെങ്കിൽ വേറെ ഫുൾ പേജ് കയറ്റാം. ക്ലയൻ്റ് ആണെങ്കിൽ ഇപ്പോൾ ജെലിഫിക്ക് ആണെങ്കിൽ വേറെ ഫുൾ പേജ് കൊടുത്തിട്ട് ഈ ഫുൾ പേജ് ഇട്ടോളാൻ പറയാം. അത് ഉറപ്പായിട്ടും സമ്മതിക്കാനെന്നുള്ള മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് സ്ട്രാറ്റജിക്കലി ആ പേജ് ലേഔട്ട് ചെയ്ത് ഫുൾ പേജ് അല്ല, എന്നാൽ ഫുൾ പേജാണ്. ലെഫ്റ്റിലൊരു കോളം മുകളിലൊരു കോളം പോത്തക്ക രീതിയിൽ ഇട്ടത്. അപ്പം ആ പരസ്യം വരേണ്ടി വന്നു. അപ്പോൾ അത് പിറ്റേ ദിവസം ആ പരസ്യം ഞാനുള്ള രാവിലെ 11 മണിയായപ്പോൾ സ്വാമി എന്നെ വിളിച്ചിട്ട് ഭയങ്കര ചിരി ഫോണിൽ. അപ്പോൾ അതിരാവിലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കാണ് ഫോൺ വരുന്നത്. അവിടുത്തെ ഒരു ദന്തിസ്റ്റ് ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞ് ഗംഭീര പരസ്യമാണെന്ന് അവരെ അഭിനയിച്ചു. അതിനുശേഷം സ്വാമി ടെന്നീസ് കളിക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടെ വന്ന് വേറെ മില്ലിയൻ കുറിസിൻ്റെ ഓർഡർ അങ്ങനെ പലരും വന്ന് അദ്ദേഹത്തിനെ അഭിനന്ദിക്കുക എന്നൊക്കെ സ്വാമി പറഞ്ഞു. അപ്പോൾ ഒത്തിരി അപ്രിസിയേഷൻ കിട്ടി. അത് അവരുടെ ഒരു ലോഞ്ച് പാളിപ്പോയി. പിന്നെ നെറ്റ് എഫക്റ്റ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയലക്ഷ്മി ലിൻഡാസിനെ സാക്ക് ചെയ്തു. ലിൻഡാസ് ആയിരുന്നു ഏജൻസി പോകുമ്പോൾ അവരെ സാക്ക് ചെയ്തു. ഫൈനൽ ആഡ് പോയത് പിന്നെ നമ്മുടെ തൃശ്ശൂർ ആർച്ച് ബിഷപ്പിനെയും ഗുരുവായൂർ മേൽശാന്തിനെയും അവിടുത്തെ ഏതോ ഒരു മുസ്ലിയാരെയും വെച്ചിട്ട് ജയലക്ഷ്മിക്ക് അത് ലോഞ്ച് ചെയ്യേണ്ടി വന്നു. ലോഞ്ച് പോലെ. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആംബുഷ് ചെയ്യാൻ ഈ ടീസർ നമ്മൾ അധികകാലം ഓടിക്കരുത്. അതാണ് ഇതിൻ്റെ അകത്തുള്ള ലെസൺ. നമ്മളിപ്പോൾ ടീസർ ക്യാമ്പയിൻസ് പലപ്പോഴും ആൾക്കാർ ചെയ്യും. ഇങ്ങനെ ദീർഘമായിട്ട് ഈ ഒരു ടീസർ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ ആരാണ് വരുന്നതെന്നുള്ളത് നമ്മൾ ഒരു 3 ആഴ്ചയൊക്കെ ചർച്ചയ്ക്ക് വെക്കുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്ററിന് തിങ്ക് ചെയ്യാനുള്ള സമയം കൊടുക്കുക. ബുദ്ധിമാനായ കോമ്പറ്റീറ്റർ ആണെങ്കിൽ അവൻ അടിക്കും. അപ്പോൾ ടീസറിൻ്റെ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ടീസറിന് ഒരാഴ്ചയിൽ കൂടെ ലൈഫ് വേണ്ട. ഒരാഴ്ചയ്ക്ക് ഒരു ആങ്സൈറ്റി നമുക്ക് ബിൽഡ് ചെയ്യാം. 3 ആഴ്ച ആകുമ്പോൾ ജനങ്ങളാണെങ്കിലും പഠിക്കും. ഇതൊന്ന് പറയാൻ ആരാ വരണമെന്ന് പറഞ്ഞിട്ട് പോകാൻ പറയും. അപ്പോൾ ഇവർ ഇത്രയും നാൾ ഇത് റൺ ചെയ്തതാണ് ഇതിൻ്റെ തകരാറ്. പണ്ട് ഇതുപോലൊരു പരസ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രൂട്ടിയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഡിഗൻ വർമ്മ എന്ന് പറയാം. എനിക്ക് തോന്നുന്നത് 80-90കളുടെയൊക്കെ ബിഗിനിങ്ങിലാണ്. അപ്പോൾ ഡിഗൻ വർമ്മ കോനെ എന്ന് പറഞ്ഞ് ഡിഗൻ വർമ്മ ആരാണെന്ന് പറഞ്ഞിട്ടൊരു ഗംഭീര പരസ്യം ഇന്ത്യ മുഴുവൻ കുലുക്കി പാർലേ ചെയ്തൊരു പരസ്യം. അപ്പോൾ അത് ഇങ്ങനെ ഡിഗൻ വർമ്മ ആരാണ്. അപ്പോൾ അതിന് ഡിഗൻ വർമ്മയുടെ അതിശയോക്തിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഒരു കോളേജിലൊരു പെൺകുട്ടി പറഞ്ഞു, ഡിഗൻ വർമ്മ ഭയങ്കരം, ഞാൻ വീണുപോയി, അങ്ങനെ എന്നൊക്കെ ഓരോ പെൺകുട്ടികൾ ഓരോ രീതിയിൽ പറയുന്നു. അപ്പോൾ പ്രൊഫസർ പറയുന്നു ഡിഗൻ വർമ്മ എക്സാമിന് ജയിക്കും. അപ്പോൾ ഹൈ ജമ്പിൽ ഡിഗൻ വർമ്മ വെട്ടാൻ വേറെ ആരുമില്ല. അപ്പോൾ ഡിഗൻ വർമ്മ അത് ടി വിയിലൊക്കെ പോയി പ്രിന്റിൽ വന്നു, ഹോർഡിങ്ങിൽ വന്നു. ഡിഗൻ വർമ്മ ഒരു അതിശയക്കാരൻ. അപ്പോൾ ഡിഗൻ വർമ്മ ആരാന്ന് നമുക്ക് ഷാറുഖ് ഖാനെ, അമിതാഭ് ബച്ചനെയും സൽമാനെയൊക്കെ അറിയാം. പക്ഷേ ഡിഗൻ വർമ്മയെ നമ്മൾ കേട്ടിട്ടില്ല. ഡിഗൻ വർമ്മയെ അതുപോലത്തെ ഒരു ഹീറോ ആക്കി ഇവർ പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, ഏത് ബ്രാൻഡോ ഒന്നും പിടുത്തില്ല. ഇത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിരവധി പരസ്യങ്ങൾ വന്നു, എക്കണോമിക് ടൈംസിൽ വന്നു, ടി വിയിൽ വന്നു, ഒത്തിരി വന്നു. പക്ഷേ ഇത്രയധികം പരസ്യങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് മേടിച്ച ടൈംസ് ഓഫ് ഇന്ത്യ തന്നെയാണ് എന്നെ ടീച്ചറിനെ കൊന്നുകളഞ്ഞു. അതാണ് ഒരു എത്തിക്സ് ഇല്ലാത്ത പലപ്പോഴും സംഭവിക്കുന്നത്. എക്കണോമിക് ടൈംസ് ഒരു പരസ്യം ചെയ്തു, ഇതിന് ഫ്രൂട്ടി ഇത്രാം തീയതി ലോഞ്ച് ചെയ്യുമെന്ന് അറിയാമല്ലോ. അതിന് 2 ദിവസം മുമ്പ് അവരൊരു പരസ്യം ടൈംസ് ഓഫ് ഇന്ത്യയിൽ എക്കണോമിക് ടൈംസിനെ പറ്റി ടൈംസ് ഓഫ് ഇന്ത്യയിലും എക്കണോമിക് ടൈംസിലും ഒക്കെ ചെയ്ത് ഹോർഡിംഗ് ഒക്കെ വെച്ച് അവർ മെട്രോ സിറ്റീസിൽ വെച്ച് ഡിഗൻ വർമ്മ റീഡ്സ് എക്കണോമിക് ടൈംസ് എന്ന് പറയാം. അപ്പോൾ ഡിഗൻ വർമ്മ എക്കണോമിക് ടൈംസ് വായിക്കുന്ന എക്കണോമിക് ടൈംസിൻ്റെ ബ്രാൻഡായി. അതിനുശേഷം ഫ്രൂട്ടി വന്നിട്ട് ഡിഗൻ വർമ്മ ഡ്രിങ്ക്സ് ഫ്രൂട്ടി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഗ്യാസ് പോയി. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ആംബുഷ് രീതികൾ ഉപയോഗിക്കുമ്പോൾ ആംബുഷിൻ്റെയൊക്കെ സഹായകമാകുന്നത് നമ്മൾ ഒരു ലോങ് ടൈം ഒരു ടീസർ ക്യാമ്പയിൻ റൺ ചെയ്യുമ്പോൾ കോമ്പറ്റീറ്റീവ് ബ്രാൻഡിന് കയറി ആംബുഷ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അതല്ലാതെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ 2012-13 തോന്നുന്നു കേരളത്തിൽ CPM-ഉം CPI-യും സംസ്ഥാന സമ്മേളനങ്ങൾ നടത്തി. CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതിന് ഭയങ്കര കവറേജ്. അതേ സെയിം ടൈമിൽ തന്നെ സെയിം വീക്കിൽ CPI-യുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് നടന്നു. അപ്പോൾ CPI-യുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് നടക്കുകയും CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുകയും ചെയ്തപ്പോൾ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് വലിയേട്ടൻ്റെ ന്യൂസിനാണ്. CPM-ൻ്റെ ന്യൂസിനെ പ്രസക്തി കിട്ടുള്ളൂ, CPI-യുടെ ന്യൂസിന് പ്രസക്തി കിട്ടില്ല. അപ്പോൾ CPI-യുടെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ചന്ദ്രപ്പനൂർ അടിയടിച്ചു, അത് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് നടത്തുന്നത്, അതാണ് അവർക്ക് ഇത്രയും ഇമ്പോർട്ടൻസ്. ഉടനെ മീഡിയ അറ്റൻഷൻ മൊത്തം ഇങ്ങോട്ടേക്ക് മാറി. പിന്നെ അത് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് CPI. അപ്പോൾ CPIക്ക് അന്ന് CPM-നെ ആംബുഷ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ ആംബുഷ് ബ്രാൻഡിങ്ങിന് മാത്രമല്ല, എല്ലാ മേഖലകളിലും ആംബുഷ് വർക്കാവും. അപ്പോൾ ആംബുഷ് ആയിട്ടുള്ള സ്ട്രാറ്റജി എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതിന് നമ്മുടെ കോമ്പറ്റീറ്റർ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിന് ആംബുഷ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ അതിനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അന്ന് ചെമ്പടകൾ കൊമ്പ് കോർത്തു, പക്ഷേ
വിജയിച്ചത് ആംബുഷ് തന്ത്രമായി മാറി. അങ്ങനെ ഒത്തിരി 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 ക്ലാസിക് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ആംബുഷിൽ ഒത്തിരി ഗ്ലോബലി ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്, ഇന്ത്യയിൽ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ പ്രസക്തമായ 2-3 ഞാൻ പറഞ്ഞത്. അപ്പോൾ എപ്പോഴും നമ്മുടെ കോമ്പറ്റീറ്റർക്ക് നമ്മളെ ആംബുഷ് ചെയ്യാനുള്ള ഒരു അഡ്വാൻറ്റേജ് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് ഉണ്ടാക്കി കൊടുക്കരുതെന്നുള്ളതാണ്. അതൊരു വലിയൊരു പാഠമായിട്ട് ബാക്കി സാറിനെ കേൾക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ പാഠമായിട്ട് തന്നെ ഇരിക്കട്ടെ. കാരണം ടീച്ചറുകളുടെ ഡ്യൂറേഷൻ എത്രയും കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കാൻ പറ്റും. ടീച്ചർ ചെറിയ ഇൻട്രസ്റ്റ് മതി. ടീച്ചർ നമ്മളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി നമ്മൾ ആൾക്കാർക്കും താല്പര്യമില്ല ഇത്ര ഇനി ഇത് എന്താ ഇതിൻ്റെ ഫൈനൽ വരിക എന്നുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പണ്ട് ഇത്രയധികം മീഡിയ പ്രോലിഫറേഷൻ ഇല്ലായിരുന്നില്ല കാലഘട്ടം, കുറച്ച് പത്രങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇതിനൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തന്നെ വാട്സപ്പിൽ അൺചെക്ഡ് ആയിട്ടുള്ള ആയിരക്കണക്കിന് മെസ്സേജ് ഇടയ്ക്ക് ആൾക്കാർക്കൊന്നും ഓർത്ത് വെക്കാനോ നോക്കി വെക്കാനോ കാണാനോ ഒന്നും സമയമില്ല. അതിനേക്കാൾ ഒരു വാർത്ത പോയി അതിൻ്റെ കുറേ അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം വരിക. അതാണ് ഇന്നത്തെ ഒരു കാലഘട്ടം.